നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കാലാവസ്ഥ നമുക്കറിയാവുന്നതുപോലെ വലിയ ചൂടുണ്ട്, താപനിലയൊക്കെ വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷെ നമ്മളെല്ലാം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് കാലവർഷത്തിലേക്കാണ്. നമുക്കറിയാം ജൂൺ ജൂലൈ മാസമാണ് കേരളത്തിൽ നിന്ന് സാധാരണ നിലയിൽ കാലവർഷം ഉണ്ടാകുന്നത്. കാലവർഷത്തിലേക്ക് നമ്മൾ ഉറ്റുനോക്കുകയാണ്. ഇത്തവണത്തെ കാലവർഷം സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വിശദമായി നോക്കാം. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കർഷകരുടെ ജീവിത രക്തമാണ് കാലവർഷം. കാർഷിക സമൃദ്ധിയും സാമ്പത്തിക ഭദ്രതയും നിർണ്ണയിക്കുന്ന തെക്കു പടിഞ്ഞാറൻ കാലവർഷം 2026 നല്ല രീതിയിൽ നല്ല സൂചനകളോടെയാണ് വരിക. ജൂൺ മാസത്തെ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് രാജ്യം ഒരു സാധാരണ കാലവർഷത്തിന് സാക്ഷ്യം വഹിക്കും. അതായത് അസാധാരണമായിരിക്കില്ല, സാധാരണ രീതിയിലുള്ള ഒരു കാലവർഷമായിരിക്കും ഉണ്ടാകുക. ഈ മഴയുടെ വ്യാപ്തിയിൽ പ്രാദേശികമായ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. 2026 ജൂണിനെ സംബന്ധിച്ച് കണക്കുകളിലെ കളി ആണ്. ഈ വർഷത്തെ കാലവർഷം അതിൻ്റെ ലോങ് പീരീഡ് ആവറേജിൻ്റെ 101% ആയിരിക്കുമെന്നാണ് പ്രവചനം. കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ ഭാഷയിൽ ഇത് നിയർ നോർമൽ അഥവാ സാധാരണ നിലയിലുള്ള മഴ എന്നാണ്. പ്രവചനത്തിലെ സാധ്യതകൾ ഇപ്രകാരമാണ്: 70% സാധ്യതയുണ്ട് സാധാരണ മഴ, 20% സാധ്യത കുറഞ്ഞ മഴ, 10% സാധ്യത അതിശക്തമായ മഴ. ഈ കണക്കുകൾ നൽകുന്ന വലിയ ആശ്വാസം. രാജ്യം അതിരൂക്ഷമായ വരൾച്ചയ്ക്കോ അല്ലെങ്കിൽ പ്രളയ സമാനമായ അതിതീവ്ര മഴയ്ക്കോ ജൂൺ മാസത്തിൽ ഇരയാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, എവിടെയെല്ലാം മഴ പെയ്യും, എവിടെയെല്ലാം മാറുമെന്ന് നോക്കാം. മഴയുടെ അളവ് 101% എന്ന് പറയുമ്പോഴും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെയല്ല ജൂണിൽ മഴ പെയ്യുക. ഭൂപടത്തിൽ മഴയുടെ വിതരണം താഴെ പറയുന്ന രീതിയിലായിരിക്കുമെന്നാണ് കരുതുന്നത്. ജൂണിൽ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകും. കേരളം, കർണാടക തീരം, ഗോവ, കൊങ്കൺ മേഖലകൾ എന്നിവിടങ്ങളിൽ കാലവർഷം കരുത്തോടെ തന്നെ തുടങ്ങും. ശക്തമായ മൺസൂൺ കാറ്റുകളുടെയും ഈർപ്പത്തിൻ്റെയും ഫലമായി ഈ മേഖലകളിൽ ശരാശരിയിൽ കൂടുതൽ മഴ കിട്ടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രത്യേകിച്ച് ഗംഗാ നദീതട പ്രദേശങ്ങളിൽ സജീവമായ മഴയുണ്ടാകും. ഇത് വരാനിരിക്കുന്ന ഖാരിഫ് കൃഷിക്കായി കാത്തിരിക്കുന്ന കർഷകർക്ക് വലിയ ആശ്വാസമാകും. പോരാഞ്ഞിട്ട് മധ്യകിഴക്കൻ ഇന്ത്യ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മഴ പെയ്യാൻ വൈകും, അല്ലെങ്കിൽ ചിലപ്പോൾ മഴയുടെ അളവ് കുറയും. അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ചിതറിപ്പെയ്യുന്ന തരത്തിലായിരിക്കും ഇവിടെ മഴ കിട്ടുക. വടക്ക് കിഴക്കൻ ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ ജൂണിൽ സാധാരണ തോതിലുള്ള മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സീസണൽ ബാലൻസ് നിലനിർത്താൻ സഹായകമാകും. ജൂൺ മാസത്തിലെ മഴ സാധാരണ ആയിരിക്കും, പക്ഷേ ചില വെല്ലുവിളികൾ ഉണ്ടാകും. അതായത് ഒരു പ്രദേശത്ത് പെയ്യുന്ന മഴ തൊട്ടടുത്ത ജില്ലയിൽ പെയ്യണമെന്നില്ല. ഇത് പ്രാദേശികമായ കൃഷിനാശത്തിന് കാരണമായേക്കാം. തെക്കൻ ഇന്ത്യയിൽ നിന്ന് വടക്കോട്ട് കാലവർഷം നീങ്ങുന്നത് വളരെ വേഗത്തിലായിരിക്കില്ല എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വർഷത്തെ കാലവർഷം, അതായത് ജൂൺ സെപ്റ്റംബർ, കേരളത്തിൽ സാധാരണ നിലയിലായിരിക്കുമെന്നാണ് നേരത്തെ സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റ് പ്രവചിച്ചത്. പക്ഷേ ദേശീയ തലത്തിൽ മഴയുടെ അളവ് ശരാശരിയിലും കുറയാൻ സാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പസഫിക് സമുദ്രോപരിതലം അസാധാരണമായി ചൂടാകുന്ന എൽനിനോ പ്രതിഭാസം ഇത്തവണ കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രകടമായേക്കാനാണ് സാധ്യത. അന്താരാഷ്ട്ര ഏജൻസികൾ റിപ്പോർട്ട് പ്രകാരം തീക്ഷ്ണമായ സൂപ്പർ എൽനിനോ ആയി മാറാൻ സാധ്യതയുണ്ട്. ഇത് സംഭവിക്കുകയാണെങ്കിൽ കാലവർഷത്തിന്റെ രണ്ടാം പകുതിയിൽ മഴയുടെ അളവ് ഗണ്യമായി കുറയാൻ കാരണമാകും. രാജ്യത്താകെ മഴ കുറയാൻ സാധ്യതയുണ്ടെങ്കിലും കേരളത്തിന് ആശ്വാസമാകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡൈപോൾ പ്രതിഭാസമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.